ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കത്രിക്ക വട. കത്രിക്ക വലിയ വഴുതനങ്ങ, കത്രിക്ക വട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത് തോരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഈ പൊടികളാണ്. ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വഴുതനങ്ങ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊടിയെല്ലാം ഇതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ആ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പും 4 തരം പൊടിയും കൂടെ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇവിടെ നമ്മൾ 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ വഴുതനങ്ങ ഈ കട്ടിയിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വഴുതനങ്ങ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ വഴുതനങ്ങ അരിഞ്ഞെടുത്തതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ, അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഈ പരിപ്പ് അരച്ചത് തേച്ച് പിടിപ്പിക്കണം. 2 സൈഡിലും ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് സൈസ്. ഇനി 2 സൈഡിലും ഈ പരിപ്പ് അരച്ചത് പുരട്ടണം. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഏകദേശം ഇതൊരു മൊരിഞ്ഞ രീതിയായിട്ടുണ്ട്. അതിനൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറും ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് പോരാ. നമ്മൾ ഉടനെ അത് മറിച്ചിടരുത്. ഒരു ഇച്ചിരി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പരിപ്പൊക്കെ അതിൻ്റെ പുറത്തുനിന്ന് അടന്നു പോകും. അപ്പോൾ ഇത് ഒരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇവനെ നമുക്ക് മാറ്റാം. ഇവനെ ഒന്ന് തിരിച്ചിടാം. ഇതിൽ പുരട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഈ പരിപ്പിൻ്റെ ഇതെടുത്ത് ഇങ്ങനെ വെക്കണം. ആദ്യം പരിപ്പിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുരട്ട്. അതുപോലെ ഈ സൈഡിലും പരിപ്പ്, കുറച്ച് പരിപ്പെടുത്ത് ഈ സെൻറ്ററിൽ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് തേക്കുക. റെഡിയായി. ഇതൊരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മാറ്റാം. പിന്നെ ഒന്ന് തിരിച്ചിടാം. നമ്മൾ ഇതൊന്ന് മറിച്ചിടുക. അതിനൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. 2 വശവും ഇതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് കോരുക. നമ്മുടെ കത്രിക്ക വട റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.